ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തിരശ്ശീല വീണിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രിഡിക്ഷൻ ലിസ്റ്റൊക്കെ ഓരോ ആൾക്കാരും ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓക്കെ അത് ഫൈനലായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടസ്റ്റൻ്റ് എല്ലാം എൻ്റർ ആയിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു അപ്ഡേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഷോ കാണുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്താണ് ഇതിലെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം. കാരണം കാണാത്ത ഒരുപാട് പേര് കാണുമായിരിക്കും. ഇനിയിപ്പം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പേരിൻ്റെ ആരൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ 18 കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിൽ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് 2 പേരാണെങ്കിലും ഒരൊറ്റ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം 17 ടീമാണ്, അല്ലെങ്കിൽ 17 ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹൗസിൽ കയറിയിരിക്കുന്നത് ഒരു കോമണറാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നാണ്. അപ്പം പുള്ളി ബിഗ് ബോസിനെ കുറിച്ച് നല്ല രീതിയിൽ അരച്ച് കലക്കി പഠിച്ചിട്ടൊക്കെ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിം അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകരാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം നെഗറ്റീവ് അനീഷ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് കോമണറായിട്ടുള്ള അനീഷാണ്. പിന്നെ വരുന്നത്, ഞാനിപ്പോൾ ഓർഡർ അനുസരിച്ചല്ല പറയുന്നത്, ആരൊക്കെയാണെന്നുള്ള മൊത്തത്തിൽ നോക്കിയിട്ടാണ്. അപ്പോൾ അവർ എൻ്റർ ചെയ്തതനുസരിച്ചിട്ടല്ല. പക്ഷേ ആദ്യമായിട്ട് എൻ്റർ ചെയ്ത ആരാണ്? നമ്മുടെ അനീഷ് തന്നെയാണ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ക്യൂൻ എന്ന് പറയുന്ന രേണു സുധി. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അക്ഷമയോടെ കാത്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ എൻ്റർ എന്ന് പറയുന്ന ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെയാണ്, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടാണ് കയറിയത്. കാരണം ആൾക്കാർക്കൊരു ആങ്സൈറ്റി ഉണ്ടാക്കാനായിട്ടുള്ളൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇന്നലെ കൂടെ പുള്ളിക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ടൈപ്പ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കണം. പക്ഷേ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രയും സീക്രട്ടായിട്ട് നിൽക്കുന്നൊരു ഷോയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി അതിന് കൊടുക്കണം. ഈ മീഡിയാസ് എന്ത് വേണേൽ പറഞ്ഞോട്ടെ, നിങ്ങൾ പോകുന്നു, നിങ്ങൾ അവിടെയാണ് ഇവിടെയാണ്, പക്ഷേ കണ്ടസ്റ്റൻസ് ഒരിക്കലും അതിനെപ്പറ്റി യാതൊരുവിധ കൺഫർമേഷനും കൊടുക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ആളാരാണ്? രേണു സുധി. പിന്നെ നമ്മുടെ ശൈത്യ സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അപ്പം ഞാനടക്കം മെസ്സേജ്, ഇങ്ങനെ ഒരു പ്രിഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ എന്തായാലും ശൈത്യ